ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഐഫോൺ 17 സീരീസ് 4 പുതിയ മോഡലുകൾ ഉൾപ്പെടെ ഔദ്യോഗികമായി വിൽപ്പനയ്ക്കെത്തി. ഇന്ത്യയിലെ സ്റ്റോറുകൾക്ക് പുറത്ത് നീണ്ട ക്യൂകൾ കാണപ്പെട്ടു. ഈ വർഷം ഉയർന്ന നിലവാരത്തിനുള്ള പ്രോ മോഡലുകൾ ഉൾപ്പെടെ എല്ലാ പുതിയ ഐഫോണുകളും രാജ്യത്ത് തന്നെ അസംബിൾ ചെയ്യുന്നതിനാൽ ഇന്ത്യൻ ആപ്പിൾ ആരാധകർക്ക് ആഹ്ലാദിക്കാൻ വലിയൊരു കാരണവുമുണ്ട്. ആപ്പിളിൻ്റെ ഐഫോൺ 17 സീരീസ് ഇന്ത്യയിൽ ഔദ്യോഗികമായി വിൽപ്പനയ്ക്കെത്തി. ആദ്യ ദിവസം മുതൽ തന്നെ ആവേശ കൊടുമുടിയിലാണ്. സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച മുംബൈയിൽ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ കമ്പനിയിലെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറിലേക്ക് നൂറുകണക്കിന് ആപ്പിൾ ആരാധകർ, ചിലർ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഒഴുകിയെത്തി. ഡൽഹിയിലെ സാഹേ സ്റ്റോറിലും സമാനമായ കാഴ്ചകൾ അരങ്ങേറി. പുതിയ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഇന്ത്യക്ക് ആവേശം പകരാൻ വലിയൊരു കാരണമുണ്ട്. ആദ്യമായി ഉയർന്ന നിലവാരത്തിനുള്ള പ്രോ മോഡലുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ഐഫോൺ 17 സീരീസ് ആദ്യ ദിവസം മുതൽ തന്നെ ഇവിടെ അസംബിൾ ചെയ്യുന്നു. ആപ്പിളിൻ്റെ ആഗോള തന്ത്രത്തിൽ ഇന്ത്യയുടെ പങ്ക് അതിവേഗം വളർന്നിരിക്കുന്നു. US വിൽക്കുന്ന ഐഫോണുകളിൽ പകുതിയോളം ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് ടീം കുക്ക് ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചൈനീസ് ഉൽപ്പാദനത്തിന് പിന്നിലുള്ള പഴയ രീതി വിട്ട് ഈ വർഷം ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിച്ച ഐഫോണുകൾ ലോകമെമ്പാടും ആദ്യ ദിവസം തന്നെ കയറ്റുമതി ചെയ്യുന്നു. ഈ വീഡിയോയിൽ ആപ്പിളിൻ്റെ ഇന്ത്യയിൽ നിർമ്മിച്ചത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന മുന്നേറ്റം, രാജ്യത്ത് ഐഫോണുകളോടുള്ള വർദ്ധിച്ചു വരുന്ന താൽപ്പര്യം, പുതിയ മോഡലുകൾ എപ്പോൾ ലഭ്യമാകും, ഐഫോൺ 17 നിരയുടെ മികച്ച സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഐഫോൺ 17 സീരീസിനായി ആപ്പിൾ ഇന്ത്യയിലേക്ക് പൂർണ്ണമായും കടന്നു വന്നിട്ടുണ്ടെന്നും 5 പ്രാദേശിക ഫാക്ടറികളിലേക്ക് ഉൽപ്പാദനം വ്യാപിപ്പിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലൈനപ്പ് തന്നെ വ്യത്യസ്ത പങ്കാളികളിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഐഫോൺ 17 പ്രോ ഫോക്സ്കോണിലും ടാറ്റ നടത്തുന്ന പെഗാട്രോൺ പ്ലാന്റുകളിലും അസംബിൾ ചെയ്യുന്നുണ്ട്. അതേസമയം ബേസിക് ഐഫോൺ 17 മോഡൽ കർണാടകയിലെ ടാറ്റയുടെ വിസ്ട്രോൺ ഫെസിലിറ്റിയിൽ നിന്നും തമിഴ്നാട്ടിൽ പുതുതായി തുറന്ന ഹൊസൂർ യൂണിറ്റിൽ നിന്നും പുറത്തിറങ്ങുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫോക്സ്കോണിൻ്റെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പതൂർ പ്ലാന്റ് ശ്രേണിയിലെ ഏറ്റവും കനം കുറഞ്ഞ ഹാൻഡ്സെറ്റായ ഐഫോൺ എയറിൻ്റെ ഉൽപ്പാദനം ഏറ്റെടുത്തു. അതേസമയം ബാംഗ്ലൂരുവിനടുത്തുള്ള ദേവനഹള്ളിയിലുള്ള $2.8 ബില്യൺ വിലമതിക്കുന്ന പുതിയ ഫാക്ടറിയിൽ നിന്ന് ഐഫോൺ 17 യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യാനും ഫോക്സ്കോൺ ആരംഭിച്ചു. ഇപ്പോൾ ചെന്നൈ യൂണിറ്റിനൊപ്പം പ്രവർത്തിക്കുന്ന ഈ സൈറ്റ് ഉൽപ്പാദനശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ ഫാക്ടറിയായി മാറി. US യൂറോപ്പിലെയും ശക്തമായ ഡിമാൻഡ് നിറവേറ്റുന്നതിനൊപ്പം പ്രീമിയം ഫോണുകൾക്കായുള്ള ഇന്ത്യയുടെ അതിവേഗം വളരുന്ന വിപണിയെ സേവിക്കുന്നതിനുമാണ് ഈ ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും ലക്ഷ്യമിടുന്നതെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു. ഐഫോൺ 17 ടെസ്റ്റ് റൺ ഏപ്രിലിൽ ദേവനഹള്ളി പ്ലാന്റിൽ ആരംഭിച്ചു. അന്നു മുതൽ ഉൽപ്പാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ ഏകദേശം $22 ബില്യൺ ഐഫോണുകൾ അസംബിൾ ചെയ്തു. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 60% വർധനവാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആപ്പിളിൻ്റെ ഇന്ത്യൻ സാന്നിധ്യം നിയന്ത്രിക്കാൻ ആ ടെക് ഭീമനിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അവരത് വകവയ്ക്കാതെ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നു. ആപ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒന്നായി അതിവേഗം ഉയർന്നു വന്ന ടാറ്റ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഐഫോൺ ഉൽപ്പാദനത്തിൻ്റെ പകുതിയോളം കൈകാര്യം ചെയ്യുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഫാക്ടറികൾ ഐഫോൺ 17 സീരീസിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, മറിച്ച് ഐഫോൺ 14, ഐഫോൺ 15, ഐഫോൺ 16 എന്നിവയുൾപ്പെടെയുള്ള മുൻ മോഡലുകളും അവർ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള ആപ്പിളിൻ്റെ പ്രതീക്ഷകൾ ഫലം കാണുകയാണ്. രാജ്യം അതിൻ്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഈ മാറ്റം ഇന്ത്യയെ ഒരു പ്രധാന ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു. ആവശ്യകത വളരെ വലുതാണ്. S&P ഗ്ലോബലിൻ്റെ കണക്കനുസരിച്ച്
2024 US-ൽ മാത്രം ഐഫോൺ വിൽപ്പന ഏകദേശം 76 ദശലക്ഷം യൂണിറ്റിലെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ വേഗത നിലനിർത്താൻ ആപ്പിളിന് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇരട്ടിയാക്കുകയോ അമേരിക്കയിൽ വാങ്ങുന്നവരെ തൃപ്തിപ്പെടുത്താൻ മറ്റു വിപണികളിൽ നിന്ന് ഉപകരണങ്ങൾ പിൻവലിക്കുകയോ ചെയ്യേണ്ടി വരും. പക്ഷേ കയറ്റുമതിയുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ വിപണിയിൽ ആപ്പിളിൻ്റെ സാന്നിധ്യം ഓരോ പാദത്തിലും ശക്തമാവുകയാണ്. 2025 ആദ്യ പകുതിയിൽ കയറ്റുമതി 21.5% ഉയർന്ന് 5.9 ദശലക്ഷം യൂണിറ്റായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മോഡലായി ഐഫോൺ 16 ഉയർന്നു. ജൂൺ പാദത്തിൽ ആപ്പിളിൻ്റെ ഇന്ത്യയിലെ കയറ്റുമതി വർഷം തോറും ഏകദേശം 20% ഉയർന്നു. ഇത് വിപണി വിഹിതം 7.5% ഉയർത്തി. വില ഉയർന്നാലും ഉപഭോക്താക്കളുടെ ഇഷ്ടം കുറയുന്നില്ല. ഐഫോൺ 17 സീരീസ് ഐഫോൺ 16 നിരയേക്കാൾ വില കൂടുതലാണ്. പക്ഷേ അത് വിൽപ്പനയെ ബാധിക്കുമെന്ന് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയിലെ ഐഫോൺ വിൽപ്പനയുടെ ഏകദേശം 60-65% EMI വഴിയാണ് നടക്കുന്നത്. അതിനാൽ ഏത് വില വർധനവും പ്രശ്നമാകുന്നില്ല. ബാങ്ക് ഓഫറുകളും ട്രേഡ്-ഇന്നുകളും ചേർത്താൽ താങ്ങാനാവുന്ന വില കൂടുതൽ മെച്ചപ്പെടും. ഈ വില വർധനവ് കാരണം ഉപഭോക്താക്കൾ അതുകൊണ്ട് തന്നെ പിന്തിരിയില്ലെന്ന് ചില വിശകലന വിദഗ്ധർ മാധ്യമങ്ങളോട് പറയുന്നു. പുതിയ മോഡലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഐഫോൺ എയർ ആണ്. ആപ്പിൾ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും മെലിഞ്ഞ രൂപത്തിലുള്ള ഫോൺ. ഇതിനകം തന്നെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നുണ്ട്. ഡിസൈൻ പ്രേമികൾ ഇതിന് തയ്യാറാണ്. പക്ഷേ ക്യാമറകൾ വേണ്ടവർ പ്രോ മോഡലുകൾ മാത്രമേ പരിഗണിക്കൂ. ഐഫോൺ എയർ മുമ്പുള്ള മറ്റ് ഐഫോണുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പ്രത്യേകതയായിരിക്കും അതിൻ്റെ USP. ഇന്ത്യയിൽ ഐഫോൺ 17 സീരീസിൻ്റെ വില എത്രയാണെന്ന് പലർക്കും ഒരു സംശയമുണ്ടാകും. ഐഫോൺ 17 സീരീസിന് കീഴിൽ ആപ്പിൾ 4 പുതിയ മോഡലുകൾ പുറത്തിറക്കി. ഐഫോൺ 17, ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ്, പുതിയ ഐഫോൺ എയർ. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഐഫോൺ 17 ലാവൻഡർ, മിസ്റ്റ് ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, സേജ് എന്നീ കളറുകളിൽ ലഭ്യമാണ്. ഇന്ത്യയിൽ ഐഫോൺ 17ൻ്റെ വില 82,900 രൂപയിൽ ആരംഭിക്കുന്നു. 512 GB പതിപ്പിന് 1,02,900 രൂപയാണ് വില. ഐഫോൺ 17 പ്രോ സിൽവർ, കോസ്മിക് ഓറഞ്ച്, ഡീപ് ബ്ലൂ എന്നീ നിറങ്ങളിൽ ലഭ്യമാണ്. പ്രോ മാക്സ് പതിപ്പ് സമാന നിറങ്ങളിലും ലഭ്യമാകും. ഇന്ത്യയിൽ ഐഫോൺ 17ൻ്റെ വില 82,900 രൂപയിൽ ആരംഭിക്കുന്നു. 512 GB പതിപ്പിന് 1,02,900 രൂപയാണ് വില. അതേസമയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഐഫോൺ എയർ ബ്ലാക്ക്, വെള്ള, ബീച്ച്, ഇളം നീല നിറങ്ങളിൽ ലഭ്യമാണ്. ഇന്ത്യയിൽ 256 GB മോഡലിന് 1,19,900 രൂപ മുതൽ ഐഫോൺ എയറിൻ്റെ വില ആരംഭിക്കുന്നു.